ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവരും യൂട്യൂബ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ? കുറേ പേര് യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാറുണ്ട്, ഷോർട്സ് അപ്ലോഡ് ചെയ്യാറുണ്ട്. അങ്ങനെ യൂട്യൂബ് കാണുന്നവരുണ്ട്, അതുപോലെ യൂട്യൂബേഴ്സും ഉണ്ട് അല്ലേ? അപ്പോൾ ഒരു യൂട്യൂബർ ആണെന്നുണ്ടെങ്കിൽ, ഒരു സ്റ്റാർട്ടിങ് ആയിട്ടുള്ള ഒരു യൂട്യൂബർ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് ഷോർട്സ് എങ്ങനെ അപ്ലോഡ് ചെയ്യാന്നുള്ളത് കുറേ പേർക്ക് അറിയുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ കിട്ടിയെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ജസ്റ്റ് വീഡിയോ കിട്ടി അത് ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നു. അതിൽ ഒരുപാട് കാര്യങ്ങൾ സെറ്റിങ്സ് നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ്, അത് കമൻറ്റ് ഓൺ ആക്കി വെക്കണോ, ഓഫ് ആക്കി വെക്കണോ, അതുപോലെ ഡിസ്ക്രിപ്ഷൻ എന്തൊക്കെയാണ് കൊടുക്കുക, തമ്മിൽ എന്തൊക്കെയാണ് കൊടുക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു യൂട്യൂബിൽ എങ്ങനെ വീഡിയോ അല്ലെങ്കിൽ ഒരു ഷോർട്സ് എങ്ങനെ ഈസി ആയിട്ട് അപ്ലോഡ് ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങളാണ് സെറ്റിങ്സ് ആണ് നോക്കേണ്ടതെന്നാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ ഞാൻ ഇത് കഴിഞ്ഞിട്ട് തന്നെ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് ഒരു വീഡിയോ കൂടി അറ്റാച്ച് ചെയ്യുന്നുണ്ട്, എങ്ങനെ നമുക്ക് ഷോർട്സ് ഈസി ആയിട്ട് അപ്ലോഡ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ആ വീഡിയോയും കൂടി കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ യൂട്യൂബിൽ ഷോർട്ട് അപ്ലോഡ് ചെയ്യാൻ നോക്കാം. അത് യൂട്യൂബ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് വിൻഡോയിൽ ഓപ്പൺ ആയി വരുന്നതാണ്. അതിൽ നമുക്ക് യു എന്നുള്ള ബട്ടൺ താഴെ കാണാൻ പറ്റും, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ഓപ്പൺ ആയിട്ട് വരും. അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഗാലറിയിലേക്ക് ഡയറക്റ്റ് പോകുന്നതാണ്. ഗാലറിയിൽ ഏത് വീഡിയോ ആണോ നമുക്ക് വേണ്ടത് ആ വീഡിയോ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ വിൻഡോയിൽ ഓപ്പൺ ആയി വരും. അതിൽ നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക താഴെ. അപ്പോൾ നമുക്ക് ടെക്സ്റ്റ്, ഫിൽറ്റർ, വോയിസ് കവർ അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ടെക്സ്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോയിൽ എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്ന ഓപ്ഷനാണ് ഫിൽറ്റർ. വീഡിയോയിൽ ഫിൽറ്റേഴ്സ് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏത് ഫിൽറ്റർ അപ്ലൈ ചെയ്ത് ടിക്ക് അമർത്തിയാലും ആ ഫിൽറ്റർ വീഡിയോയിൽ വരുന്നതാണ്. പിന്നെ വരുന്നതാണ് വോയിസ് കവർ. നമുക്ക് വോയിസ് എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ വോയിസ് കവർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് റെഡ് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വോയിസ് കൊടുക്കാൻ കഴിയുന്നതാണ്. പിന്നെ വരുന്നതാണ് ആഡ് സൗണ്ട്. ആഡ് സൗണ്ട് എന്ന് പറഞ്ഞാൽ വീഡിയോയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സോങ് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. ഞാനിവിടെ ചിറാപ്പുഞ്ചിയാണ് സെലക്ട് ചെയ്യുന്നത്. ഞാൻ ആ സോങ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ടൈപ്പ് ചെയ്തു. എന്നിട്ട് ചിറാപ്പുഞ്ചി ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഗ്രീനിലൊരു ആരോ മാർക്ക് കാണാൻ കഴിയും. അപ്പോൾ ആ ആരോ മാർക്ക് ക്ലിക്ക് ചെയ്തെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോർട്ടിലെ സോങ് അപ്ലോഡ് ആവുന്നതാണ്. പിന്നെ താഴെ നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ടൈറ്റിൽ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് വരിക. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വീഡിയോയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൈറ്റിൽ കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ കളക്ട് മൊമെൻറ്റ്സ് എന്നാണ്, ഞാൻ ട്രാവൽസ് റിലേറ്റഡ് ആയിട്ടുള്ള ഷോർട്ടാണ് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ കളക്ട് മൊമെൻറ്റ്സ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഹാഷ്ടാഗ് കൊടുക്കുമ്പോൾ അതിൻ്റെ താഴെ എത്ര ആൾക്കാർ യൂസ് ചെയ്തു, അതായത് 3.1 crore അങ്ങനെ കുറേ കാണാൻ കഴിയും. അതിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ള ഹാഷ്ടാഗ് കറസ്പോണ്ടിങ് ടു നമ്മുടെ വീഡിയോയ്ക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ട്രാവൽ, ഷോർട്ട് വീഡിയോ, മിനി വ്ളോഗ്, ഹാപ്പിനെസ് മൊമെൻറ്റ്സ്, ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ഷോർട്സാണ്, കുറേ ഹാഷ്ടാഗ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ വരുന്നതാണ് നമുക്ക് വിസിബിലിറ്റി പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ. വിസിബിലിറ്റി ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. വിസിബിലിറ്റി ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 3 ഓപ്ഷൻസാണ് കാണാൻ കഴിയുക. വിസിബിലിറ്റി ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പബ്ലിക്, അൺലിസ്റ്റഡ്, പ്രൈവറ്റ് പറഞ്ഞിട്ട് വരും. അത് ഇപ്പോൾ അൺലിസ്റ്റഡ് ആയിട്ട് കൊടുക്കുക. പബ്ലിക്കോ പ്രൈവറ്റോ കൊടുക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് വീഡിയോൻ്റെ എൻഡിൽ പറയുന്നുണ്ട്. പിന്നെ ലൊക്കേഷൻ കൊടുക്കാം, നിങ്ങൾക്ക് ഏത് ലൊക്കേഷൻ വേണമെങ്കിലും കൊടുക്കാവുന്നതാണ്. പിന്നെ വരുന്നതാണ് ഓഡിയൻസ്. അത് കിഡ്സിന് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ മാത്രമാണെങ്കിൽ ഇറ്റ്സ് മെയ്ഡ് ഫോർ കിഡ്സ് കൊടുക്കാം, അല്ലെങ്കിൽ നോ ഇറ്റ്സ് മെയ്ഡ് ഫോർ കിഡ്സ് എന്ന് കൊടുക്കാവുന്നതാണ്. ഞാൻ ഇവിടെ നോ ഇറ്റ്സ് മെയ്ഡ് ഫോർ കിഡ്സ് കൊടുത്തു. പിന്നെ ഷോർട്ട് റിമിക്സിങ്, നമ്മുടെ വീഡിയോ ഓഡിയോ റിമിക്സിങ് അലോ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ അലോ ഓൺലി ഓഡിയോ റിമിക്സിങ് കൊടുക്കാവുന്നതാണ്. പിന്നെ വരുന്നതാണ് കമൻറ്റ് സെക്ഷൻ. കമൻറ്റ് സെക്ഷൻ നമുക്ക് വേണമെങ്കിൽ ഓണാക്കി വയ്ക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഓഫാക്കി വയ്ക്കാവുന്നതാണ്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ലാസ്റ്റ് അപ്ലോഡ് ഷോർട്ട് എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. അപ്പോൾ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് വീഡിയോ. അത് അപ്ലോഡിങ് കഴിഞ്ഞിട്ട് പ്രൊസീഡ് ആയതിനു ശേഷം 100% അപ്ലോഡ് ആയിരിക്കും. ഇനി കോപ്പിറൈറ്റ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെഡി ടു വാച്ച് എന്ന് താഴെ എഴുതി കാണിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ കാണാൻ കഴിയുന്നതാണ്. ഇനി അഥവാ കോപ്പിറൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സൈഡത്തെ 3 ഡോട്ട് പ്രസ് ചെയ്തിട്ട് ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ അൺലിസ്റ്റ് നമ്മുടെ ഡയറക്റ്റ് പബ്ലിക്കാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കോപ്പിറൈറ്റ് വരെ നമ്മുടെ വീഡിയോനെ എഫക്റ്റ് ചെയ്യുന്നതാണ്. അതാണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ്. സോ പിന്നെ നമ്മുടെ യൂട്യൂബ് ഓപ്പൺ ആക്കുക വീണ്ടും. അതിൽ താഴെ നമ്മുടെ ഷോർട്സ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇപ്പോൾ ലാസ്റ്റായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ കാണാൻ പറ്റും. അതിൽ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്താൽ എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. നമുക്ക് എന്ത് ചെയ്യണം, ആഡ് ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം. ആഡ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓൾറെഡി കൊടുത്ത ഹാഷ്ടാഗ്സ് ഉണ്ടല്ലോ, ആ ഹാഷ്ടാഗ്സ് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്താലും കുഴപ്പമില്ല. അല്ലെങ്കിൽ ആ വീഡിയോയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഞാൻ ട്രാവൽ വീഡിയോ ആയതുകൊണ്ട് ട്രാവൽ വീഡിയോയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹാഷ്ടാഗ്സ് ഇവിടെ മോർ കൊടുക്കാവുന്നതാണ്. ആഡ് ഡിസ്ക്രിപ്ഷനിൽ എത്ര കൊടുക്കാൻ പറ്റുന്നോ മാക്സിമം ഹാഷ്ടാഗ്സ് ഇവിടെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ഹാഷ്ടാഗ്സ് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഹാപ്പിനെസ്, ജേണി, ഹാപ്പി മൊമെൻറ്റ്സ്, ട്രാവൽ, അങ്ങനെ ഒരുപാട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം, വിസിബിലിറ്റി എന്താക്കണം, പബ്ലിക് ആക്കണം. പിന്നെ ലാസ്റ്റ്
നമുക്ക് ഷോർട്ട് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓക്കെ കൊടുക്കുക. പിന്നെ 3 ഡോട്ട്സ് ഒന്നുകൂടി പ്രസ് ചെയ്തതിന് ശേഷം എഡിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക തംബ്നെയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ തംബ്നെയിൽ ക്ലിക്ക് ചെയ്തെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വീഡിയോയിൽ ഏത് ഫോട്ടോ വേണമെങ്കിലും തംബ്നെയിലായിട്ട് ചൂസ് ചെയ്യുന്നതാണ്. ഞാനിവിടെ ഈ പിക്ചറാണ് യൂസ് ചെയ്തത്. അത് കൊടുത്തതിൻ്റെ ശേഷം ടിക്ക് അമർത്തുക, സേവ് അമർത്തുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഓക്കെ ആയിട്ടുണ്ട്, റെഡി ടു വാച്ച് കൊടുത്തു. സോ എല്ലാ പബ്ലിക്കായിട്ട് നമുക്ക് ആ വീഡിയോ എല്ലാവർക്കും വാച്ച് ചെയ്യാൻ കഴിയുന്നതാണ്. ഇനി നമുക്ക് എത്ര വ്യൂ കിട്ടിയെന്ന് നോക്കാം. ഷോർട്ട്സ് ഈ രീതിയിൽ അപ്ലോഡ് ചെയ്തെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടല്ലോ ഞാൻ എത്ര ടൈമായി അപ്ലോഡ് ചെയ്തത്. ഞാനിപ്പോൾ 9 മിനിറ്റ് ആയിട്ടുള്ളൂ. ആ 9 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ എനിക്ക് വ്യൂസ് 449 വ്യൂസ് വരെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് വീഡിയോ അപ്ലോഡ് ചെയ്ത് നോക്കുക ഷോർട്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് വ്യൂസ് കാണിച്ചു തരുന്നതെന്നുള്ളൂ. ഏതൊരു യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാന്നുണ്ടെങ്കിലും അവരുടെ ഫസ്റ്റ് ഷോർട്സ് വ്യൂസൊക്കെ വളരെ കുറവായിരിക്കും. പിന്നെ പതിയെ പതിയെ വ്യൂസ് കൂടി വരുന്നതായി കാണാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ വ്യൂസ് സെറ്റിങ്സ് ഒക്കെ ഒന്ന് റെഡി ആക്കിയിട്ട് ഷോർട്സ് അപ്ലോഡ് ചെയ്യുക. വ്യൂസ് കൂടുന്നുണ്ടോയെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റും ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.